രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയാലോ? അരി കുതിർത്തരയ്ക്കാതെ അരിപ്പൊടി ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ള നീർദോശയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വെള്ളം പോലെ നേർത്ത മാവ് കലക്കിയ ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. മാവ് പുളിക്കാൻ വെക്കേണ്ട ആവശ്യമേ ഇല്ല. നീർദോശ തയ്യാറാക്കാൻ 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പത്തിരിയും ഇടിയപ്പവും ഒക്കെ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/4 കപ്പ് തേങ്ങ ചിരകിയത് അതിലേക്ക് ഇട്ട് കൊടുത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്യണം. 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. മാവ് ഇതുപോലെ വെള്ളം പോലെ ഇരിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. നമ്മളെടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. തവി കൊണ്ട് ഇളക്കിയതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒന്ന് വരയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാം. ഇതാണ് പരുവം. ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നീർദോശ തയ്യാറാക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം കൂട്ടി വെച്ച് ഒരു പാൻ ചൂടാക്കിയെടുക്കാം. നല്ല പോലെ ചൂടാക്കി പുക വരുന്ന പരുവത്തിലാണ് നമ്മൾ ദോശമാവ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നാലേ നെറ്റ് പോലെ ദോശ വരുള്ളൂ. നല്ല പോലെ ദോശച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതുപോലെ ചട്ടിയിലേക്ക് മാവ് കോരി ഒഴിച്ച് ഒന്ന് ചരിച്ചു കൊടുത്ത് ചുറ്റിച്ചെടുക്കാം. കട്ടി കൂടി പോകരുത്. നല്ല നേർത്ത മാവായിരിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റില്ല. ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ കുറച്ച് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം. അതിനുശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലാക്കി ഒരു 1/2 മിനിറ്റ് മൂടി വയ്ക്കാം. അരമിനിറ്റിന് ശേഷം ഒരു 15 സെക്കൻഡ് തുറന്നു വെച്ച് ദോശ സൈഡിൽ നിന്നും വിട്ടു വരുമ്പോൾ പാനിൽ നിന്നും ഇതുപോലെ മടക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ നീർദോശ. വളരെ എളുപ്പമല്ലേ? ഇനി അടുത്ത ദോശയ്ക്ക് കോരി ഒഴിക്കുമ്പോൾ വീണ്ടും സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഹൈ ആക്കി വെക്കണം. എന്നിട്ട് ദോശപ്പാൻ നല്ല പോലെ ചൂടാവുമ്പോൾ മാവ് കോരി ഒഴിച്ച് ഫ്ലെയിം മീഡിയത്തിലാക്കി ദോശ ചുട്ടെടുക്കാം. സാധാരണ ഇത് നോൺ വെജ് കറിയുടെ കൂടെയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. വെജിറ്റേറിയൻകാർക്ക് കടലക്കറി, തേങ്ങാപ്പാൽ ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്